തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF. ഒരാളുടെ ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തുന്ന BJPക്കെതിരെ അസാധാരണ നീക്കത്തിനാണ് ഒരുക്കം. LDFും UDFും ഈ നീക്കത്തിൽ കൈകോർക്കുമോ എന്നതാണ് ആകാംക്ഷ. എന്നാൽ 5 വർഷത്തേക്ക് നഗരസഭാ ഭരണം സേഫ് ആണെന്ന് മേയർ PV രാജേഷ് പ്രതികരിച്ചു. അതേസമയം നഗരസഭയിലെ സംഘർഷത്തിൽ BJPയും LDFും നൽകിയ പരാതികളിൽ പോലീസ് കേസെടുത്തു. മേയർ PV രാജേഷ്, മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെയും കേസുണ്ട്. LDF പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയും കേസെടുത്തു. ഭരണസ്തംഭനത്തിനെതിരെ പ്രക്ഷുബ്ധമുണ്ടാക്കുവാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച കോർപ്പറേഷൻ നടയിൽ ഭരണസ്തംഭനത്തിനെതിരെ സമരം വെക്കുകയും ബാക്കി കാര്യങ്ങൾ 6 മാസം തികഞ്ഞ സാഹചര്യമായതുകൊണ്ട് ഒന്നും നടക്കാത്തതിനെതിരെ എന്തും നടപടികൾ വേണമെന്നുള്ളത് പാർലമെന്ററി പാർട്ടി കൂടി നമ്മൾ വൈകുന്നേരം തീരുമാനിക്കും. കൌൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിലാണ് നഗരസഭയിൽ ഭരണസ്തംഭനമാണ് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുന്നത്. UDFന്റെ അവിശ്വാസ പ്രമേയത്തെ LDF കൂടി പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം തുടരുന്ന NDAക്ക് അത് വലിയ പ്രതിസന്ധിയാക്കും ഉണ്ടാക്കുക. അതേസമയം 5 വർഷത്തേക്ക് നഗരസഭയുടെ ഭരണം സേഫാണെന്നും അത് കഴിഞ്ഞും അങ്ങനെ തന്നെയായിരിക്കും സാഹചര്യമെന്നുമായിരുന്നു മേയർ VV രാജേഷിന്റെ പ്രതികരണം. 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് LDF കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പരാതി നൽകാതെ തന്നെ മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടിക്കും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ മ്യൂസിയം പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ 4 കേസുകളാണ് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം സുഗതനെ, അയോഗ്യനാക്കപ്പെട്ട സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരസ്യമായ പ്രതികരണം. രാഷ്ട്രീയ പകപോക്കലാണ് സുഗതനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന നിലപാടിലാണ് BJP നേതൃത്വം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തമ്മിൽ തല്ലിനെ പരിഹസിച്ച് മന്ത്രി K മുരളീധരൻ. കൊതുകിനറിയില്ല, നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ അടിയാണെന്ന്. മാലിന്യം നീക്കിയില്ലെങ്കിൽ ഡെങ്കിപ്പനി പടരുമെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ടുള്ള അടി, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ നഗരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇനിയൊരു മഴ വന്നാൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടില്ല. അന്ന് ആരോഗ്യ വകുപ്പിനെയാണ് എല്ലാവരും കുറ്റം പറയുക. ഞാൻ മുൻകൂട്ടി ഞാൻ നൽകുന്നു, ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുമാതിരി കൺട്രോൾഡാണ്. അപ്പോൾ അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ അധ്വാനമായിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച്, മറ്റെല്ലാ വകുപ്പുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തല്ലി കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണെന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ശക്തമായിട്ട് നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.